ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അവസാനം ഒരു കിഡ്സ് ഫ്രോക്ക് തയ്ക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ നിർത്തിയത്. പക്ഷേ ഇതിപ്പോൾ മണിക്കൂർ കുറയായി. ഇതെങ്ങനെ വെട്ടണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതുകൊണ്ടാണ് അമ്മ പറയുന്നത് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് കോളേജിൽ പോകണമെന്ന്. ഇത് ഞാൻ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ 54 വിട്ടും 13 ലെങ്തും എന്നൊക്കെ പറഞ്ഞു. ഇത് എങ്ങോട്ടേക്കൊക്കെ വെക്കണമെന്ന് മര്യാദക്ക് വേറെ വല്ലതും എടുത്താൽ മതിയായിരുന്നു. ഒന്നും അറിയില്ലെങ്കിലും ഭയങ്കര കോൺഫിഡൻസ്. നാളത്തെ എക്സാമിന് ഞാൻ എന്താ കാണിക്കാൻ പോണേന്ന് തമ്പുരാനറിയാം. ഈ മെഷറിംഗ് ടേപ്പ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. എന്നെ ആരും ഒന്നും വിചാരിക്കണ്ട, സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തോണ്ടാ. എന്നാലും എന്റെ ആ കോൺഫിഡൻസ്. ഇതിനെന്തോ ഒരു ചെരിവ്. പഴയ അമ്മ പറഞ്ഞതാ പറ്റണ മണിക്ക് നിന്നാ മതി. അനങ്ങാതെ നിന്നോണം, ഞാൻ തൊടാൻ വരില്ല. പക്ഷെ ഇതിപ്പോ എങ്ങനെ ശരിയാവുക? ഇപ്പൊ ഞാൻ എങ്ങനെ വെക്കുക? കുറച്ചു നേരം കഴിഞ്ഞപ്പോ ക്യാമറ ഓൺ ആക്കിയത് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. ഞങ്ങളുടെ ഇരുന്ന് വെറുക്കാൻ തുടങ്ങി. പണ്ട് മുതലേ ഈ ക്ഷമ എന്ന് പറയുന്ന സാധനം അടുത്ത് കൂടെ പോവാത്തോണ്ട് ഭ്രാന്ത് പിടിക്കും. ഇതിനൊക്കെയല്ല എല്ലാവരും എല്ലാം പഠിക്കണേ അല്ലേ? അതെ, ആയിരിക്കണമല്ലോ. വരയ്ക്കാണെങ്കിൽ തകർത്തേനെ. എന്താ ഉദ്ദേശിക്കണെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. എന്നാലും നമുക്ക് എന്തേലൊക്കെ ആവണമല്ലോ. പിന്നെ അതെ, കറക്റ്റ് സമയത്താണ് അമ്മ. ഞാൻ 1 മണിക്കൂറിൽ തല കുത്തി മറിഞ്ഞ സാധനമാണ്. ഇപ്പൊ ഇത്രയും അടക്കിയത് എന്തിനാ സത്യം പറഞ്ഞ? എക്സാമിന് ഞാൻ എന്താ ചെയ്യാൻ പോണേ? അതെ, 5 മിനിറ്റോണിക്ക് റെഡിയാക്കി തന്നു. മുഴുവൻ ചെയ്തതൊന്നും വിചാരിക്കണ്ട, പകുതി ചെയ്തിട്ട് അമ്മേനെ ഇട്ടിട്ട് പോയി. അപ്പൊ നിങ്ങൾ ഈ കിഡ്സ് ക്രോക്കിംഗ് ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്നാണ് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ചെയ്തില്ല, കാരണം പകുതി ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു ഷൂട്ട് വന്നുകൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോയി. ഈ വേറെ പാർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.